ഹലോ ഗൈസ്, വെൽക്കം ടു ഫുഡ് ട്രാലി. ഇന്ന് ഫുഡ് ട്രാലി വന്നിരിക്കുന്ന ഒരു യാത്ര വിവരണമായിട്ടാട്ടോ. ഏതൊരു മലയാളിക്കും ഒരിക്കലും മടുപ്പ് വരാത്ത രണ്ട് കാര്യങ്ങളാണ് ആനയും കടലും. ഇത് രണ്ടിനെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരുന്നോളും. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയായിരിക്കും ഹൈദരാബാദ് സെറ്റിൽഡ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതായത് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് എത്രയും കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. തെലങ്കാന സംസ്ഥാനത്തിന് സമുദ്രതിർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തെലങ്കാനയിൽ ഒരു ബീച്ച് കാണാൻ സാധിക്കില്ല. അപ്പൊ ബീച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആന്ധ്രാപ്രദേശിൽ പോകണം. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഹൈദരാബാദിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റിയ ചിരാല എന്ന ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, കാരണം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിലെ മുൻപത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മുറുകെ പിടിച്ചിരുന്നു. വി ആർ ഹെഡിങ് ടു ചിരാല. അലീനും ശ്രീരഞ്ജനയും അമ്പാടിയും അപ്പുവും ഞങ്ങളെ വന്ന് പിക്ക് ചെയ്ത് ഏകദേശം 6:00 കൂടി ഞങ്ങൾ സെക്കന്ദരാബാദിൽ നിന്നും ചിരാലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവൻ്റെ കാറായ WRV-ലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇന്നർ റിംഗ് റോഡ് വഴിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഉപ്പല് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് കയറി. പിന്നെ യാത്ര നാഗോൾ ബന്ദലുഗുഡ റോഡിലൂടെയായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് രാമോജി ഫിലിം സിറ്റിയുടെ എൻട്രൻസ് ഒക്കെ കാണാം. ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായിട്ട് വണ്ടി ഒന്ന് നിർത്തി. നല്ല മസാല ദോശയും സാമ്പാറും ചട്നിയും കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു. സെക്കന്ദരാബാദിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട് ചിരാലയിലേക്ക്. റോഡ് വഴിയായാലും ട്രെയിൻ വഴിയായാലും നമുക്ക് ചിരാലയിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൻതങ്കി ടോൾ പ്ലാസ. സെക്കന്ദരാബാദിൽ നിന്നും ചിരാലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 300 രൂപ നമ്മൾ ടോൾ മാത്രമായിട്ട് പേ ചെയ്യേണ്ടി വരും. സെക്കന്ദരാബാദിൽ നിന്നും ഏകദേശം 10ഓളം ട്രെയിനുകളുണ്ട് ചിരാലയിലേക്ക്. നമ്മുടെ ശബരി എക്സ്പ്രസിനും ചിരാലയിൽ സ്റ്റോപ്പ് ഉണ്ട്. ഏകദേശം 6:00 കൂടി ശബരി എക്സ്പ്രസ് ചിരാലയിൽ എത്തിച്ചേരും. പോകുന്ന വഴിക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ ഒന്ന് പതിയൊന്ന് ചവിട്ടി കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെയും നമ്മുടെ യാത്ര ആരംഭിച്ചു. സിറ്റിയിൽ നിന്നും മാറിയതോടുകൂടി ഗ്രാമീണ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നതിനായി എത്തിക്കൊണ്ടിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് പച്ച വിരിച്ച നെൽപ്പാടങ്ങളായിരുന്നു. റോഡിന്റെ ഇരുവശവും പച്ച വിരിച്ച് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ഡിസ്ട്രിക്റ്റിലാണ് ചിരാല സ്ഥിതി ചെയ്യുന്നത്. ചിരാലയുടെ പഴയ പേര് ക്ഷീരപുരി എന്നായിരുന്നു. അത് പിന്നീട് ചിരാല ആയി മാറുകയായിരുന്നു. ചിര എന്ന തെലുങ്ക് വാക്കിനർത്ഥം സാരി എന്നാണ്. സുന്ദരമായ ബീച്ചുകൾ മാത്രമല്ല ചിരാലയിലുള്ളത്, അവിടുത്തെ ടെക്സ്റ്റൈൽസ് മാർക്കറ്റും വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ മിനി മുംബൈ എന്നാണ് ചിരാല അറിയപ്പെടുന്നത്. അവിടെ വികസിച്ചു വരുന്ന ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തന്നെയാണ് ഈ പേരിന് കാരണം. പല വിധത്തിലുള്ള സാരീസ്, പ്രിന്റഡ്, കോട്ടൺ, ഡിസൈനർ സാരീസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് കഴിയും. യാത്ര ആരംഭിച്ചിട്ട് മണിക്കൂറുകളായെങ്കിലും ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടിന് വന്ന പച്ച വിരിച്ച പുൽപ്പാടങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൃഷ്ണ റിവറാണ് നമ്മൾ ഈ ക്രോസ് ചെയ്യുന്നത്. ഇത് ക്രോസ് ചെയ്യുന്നത് കൂടി നമ്മൾ തെലങ്കാനയിൽ നിന്ന് മാറി ആന്ധ്രാപ്രദേശിലേക്ക് കടക്കുകയാണ്. ആന്ധ്രാപ്രദേശിലോട്ട് കടന്നപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഒന്ന് പേടിച്ചു. കാരണം പാലം കടന്നതോടുകൂടി നമ്മൾ ആന്ധ്രയിലെത്തി. പിന്നെ അവിടുത്തെ ആ റോഡ്, അതേവരെ ഉണ്ടായിരുന്ന നല്ല റോഡ് മാറി കുറച്ച് ഗട്ടറുള്ള റോഡിലോട്ടാണ് നമ്മൾ കടന്നത്. ഏകദേശം 200 മീറ്ററോളം അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഇതുപോലെ നല്ല പരവതാനി വിരിച്ച പോലെ റോഡ് വിടർന്ന് കിടക്കുകയായിരുന്നു. നല്ല സ്മൂത്ത് ആയിരുന്നു പിന്നെ ഡ്രൈവിങ്. പോകുന്ന വഴിക്ക് സുന്ദരമായ ഒരു ചമത്തിപ്പടം കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ചാടി ഇറങ്ങി. അലിനാണെങ്കിൽ അവിടെ ഉണ്ടായ തോടെല്ലാം ചാടി കിടന്നു പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വന്നു. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിലൂടെയാണെന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇത് ആന്ധ്രാപ്രദേശിന്റെ ഗ്രാമീണ കാഴ്ചയാണ്.
അല്ലേ? നമ്മുടെ കേരളമാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെ സുന്ദരമാണ്. അതിര് കാണാത്ത പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾക്കപ്പുറം ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. വളരെ സുന്ദരമായ കാഴ്ച. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡൊന്ന് ചെറുതായെങ്കിലും യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല റോഡ് തന്നെയായിരുന്നു. പല സ്ഥലത്തും റോഡ് പണി നടക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം കൂടി ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. നല്ലൊരു സ്ഥലം കിട്ടിയാൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി ലഞ്ച് കഴിച്ചിട്ട് പിന്നെ യാത്ര തുടരാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിനൊടുവിൽ നല്ല തണലുള്ള ഒരു പ്രദേശം ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. 1:30 മണിയോടുകൂടി ഞങ്ങൾ നർസറാവുപേട്ട എന്ന സ്ഥലത്തെത്തി. ഇത് കുറച്ച് തിരക്കുള്ള സ്ഥലമായിരുന്നു. ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു. ആർക്കും യാത്രയുടെ ക്ഷീണമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഏകദേശം 3:30 ഞങ്ങൾ ചിറാലയിലെത്തി. അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ബീച്ചിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററോളം നീങ്ങിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമുള്ളത്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി. പുതുതായിട്ട് തുടങ്ങിയത് കൊണ്ട് റൂംസ് എല്ലാം നല്ല നീറ്റ് ആയിരുന്നു. വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി മുഴുവനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഈ പ്രോപ്പർട്ടിയിൽ 3 റൂംസ് ആണ് ഉള്ളത്. ഈസി റൂംസും അവൈലബിൾ ആണ്. വലിയ വലിപ്പമുള്ള മുറികളായിരുന്നില്ല. എന്നിരുന്നാലും ആവശ്യത്തിന് സ്പേഷ്യസ് ആയിരുന്നു റൂംസ് എല്ലാം. റൂമിൽ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം വെയിലിന്റെ ചൂട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം 4:30 ബീച്ചിലേക്ക് ഇറങ്ങി. ചിരാലയിലെ മെയിൻ ബീച്ച് ചിരാല ബീച്ചും പിന്നെ ഒടരേവു ബീച്ചുമാണ്. ഞങ്ങൾ പോയത് ചിരാല ബീച്ചിലേക്കായിരുന്നു. ഉണക്ക മത്സ്യങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ബീച്ചിനോട് ചേർന്ന് ചെറിയൊരു മത്സ്യ മാർക്കറ്റ് ഉണ്ട്. വൈകിട്ടായിട്ടും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ വന്നു ചേരുന്നത് ഈ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഇവിടുത്തെ മെയിൻ ബീച്ചിലോട്ട് ഞങ്ങൾ പോയില്ല. അധികം തിരക്കില്ലാത്ത സ്ഥലം നോക്കി ഞങ്ങൾ കടലിലിറങ്ങി. നല്ല സുന്ദരമായൊരു ബീച്ച് തന്നെയാണ് ചിരാല ബീച്ച്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യൻ അപ്പോഴേക്കും പതിയെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഒരു ബോട്ട് ട്രാക്ടറിന്റെ സഹായത്തോടു കൂടി കടലിലേക്ക് ഇറക്കുന്നത്. മുൻപൊക്കെ ഒരു വള്ളം കടലിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാരപ്പെട്ട പണിയായിരുന്നു. കുറെ പേര് ചേർന്നിട്ടാണ് ചെയ്തിരുന്നത്. ട്രാക്ടറും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വളരെ എളുപ്പത്തിലാണ് വള്ളം കടലിലേക്ക് ഇറക്കുന്നത്. പലരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നന്നായിട്ട് തന്നെ ബീച്ചിൽ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ബീച്ചിന്റെ പ്രത്യേകത വളരെ ഷാലോ ആയിട്ടുള്ള ബീച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കുത്തനെയുള്ള ഇറക്കമോ അല്ലെങ്കിൽ തിരകളുടെ ശക്തമായ തിരിച്ചുവലിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ബേ ഓഫ് ബംഗാളിന്റെ സൈഡിൽ വരുന്ന ബീച്ചുകളെല്ലാം ഏകദേശം ഇതുപോലെയാണെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വരുന്നത് അറബിക്കടലിന്റെ സൈഡിലാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ബീച്ചുകളെക്കാളും കുറച്ചുകൂടി സുരക്ഷിതമാണ് ഇവിടുത്തെ ബീച്ചുകൾ. അങ്ങനെ സമയം പോയപ്പോഴേക്കും സൂര്യൻ ഏകദേശം മുഴുവനായിട്ട് തന്നെ മറഞ്ഞിരുന്നു. അതിൽ നിന്നാലും അസ്തമയ സൂര്യന്റെ മാക്സിമം ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ട് വീണതോടുകൂടി തിരമാലകൾക്ക് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു. കുറച്ചു നേരം കൂടി ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ റൂമിലേക്ക് മടങ്ങി. ഏകദേശം 2-3 മണിക്കൂർ ഞങ്ങൾ ബീച്ചിൽ തന്നെയായിരുന്നു. ചിരാലയ്ക്ക് അടുത്ത് വിസിറ്റ് ചെയ്യുന്നതിനായിട്ടോ എൻജോയ് ചെയ്യുന്നതിനായിട്ടോ വേറെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി. റൂമിലെത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ഏകദേശം 8 മണിയോടുകൂടി ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നതിനായിട്ട് പുറപ്പെട്ടു. ഡിന്നർ അറേഞ്ച് ചെയ്ത് നമ്മൾ സ്റ്റേ എടുത്ത പ്രോപ്പർട്ടിയിലെ ടീംസ് തന്നെ. അവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാപ്പട്ല ബീച്ചിലായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ റെഡിയാക്കിയത്. അവിടെയുള്ള ഇൻഡിപെൻഡന്റ് ബീച്ചിൽ ഇതുപോലെയാണ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത്. ഫുഡിന് വേണ്ടിയുള്ള ഐറ്റംസിന്റെ ഓർഡർ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അതിനനുസരിച്ച് അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ കൊടുത്തത് റൈസും പ്രോൺസ്, ക്രാബ്, ഫിഷ് കറി, ചിക്കൻ റോസ്റ്റും സാലഡും ആയിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു. കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും ക്രാബും പ്രോൺസും ഒക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബീച്ചിൽ ചെന്നിട്ട് നമ്മൾ സീ ഫുഡ് കഴിക്കാണ്ട് എങ്ങനെയാണ് പിന്നെ തിരിച്ചു പോരുന്നത്? ഇതുപോലുള്ള ഒരു പ്രൈവറ്റ് ബീച്ചിൽ ഇതുപോലെ നമുക്ക് രാത്രി അറൗണ്ട് 2 o'clock വരെ സ്പെൻഡ് ചെയ്യാന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. വേറൊരു ഡിസ്റ്റർബൻസ് അവിടെ ഇല്ല. നമുക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പലവിധ രീതിയിൽ അവർ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് റെഡിയാക്കി തരും. ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. നല്ലൊരു ഉറക്കം ഉറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഏകദേശം 8 മണിയോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലായിരുന്നു ആദ്യം ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ബീച്ചൊക്കെ വളരെ വിജനമായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിൻ്റെ അവിടെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മീനൊന്നും നോക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്.
അങ്ങനെ വലിയ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കി. ചിരാലയിൽ അനവധി കോട്ടേജസും റിസോർട്ടുകളും ഉണ്ട്. നോർമലി വീക്ക് ഡേയ്സിലൊക്കെ തിരക്ക് കുറവായിരുന്നെങ്കിലും വീക്കെൻഡിൽ തിരക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ചേട്ടൻ പറഞ്ഞത്. ബീച്ചിലേക്ക് പോകുന്ന വഴി കണ്ട ഈ വയലറ്റ് പൂക്കൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി മൂന്നാറിൽ നീലക്കുറിഞ്ഞ് പൂക്കുന്ന പോലെ ഇവിടെ എങ്ങാനും ഇനി വയലറ്റ് കുറിഞ്ഞ് പൂത്തതാണോന്നാവും. പൂക്കൾ വിരിഞ്ഞ് അങ്ങ് കടപ്പുറം വരെ കിടക്കുന്നുണ്ടായിരുന്നു. ഒട്ടും തിരക്കില്ലാത്ത സമയം. ബീച്ച് അനാഥമായിരുന്നു. ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പതിയെ കടലിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വണ്ടിക്കാരനെ ശ്രദ്ധയിൽപ്പെട്ടത്. അലിൻ അപ്പോഴേക്കും ചെന്ന് അവനോട് വില പേശി റൈഡ് ഉറപ്പിച്ചു. ഒരു റൈഡിന് 100 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ഫാമിലിയും ഇതിൽ ഒരു റൈഡ് കൂടി നടത്തി. ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ചു നേരം ഓടിച്ചു കഴിയുമ്പോൾ സംഭവം ലെവലായി കിട്ടിക്കോളും. അതിനുശേഷം ബീച്ചിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റൂമിലെത്തിയതിനു ശേഷം ഫാമിലി അവിടെയാക്കി ഞാനും അലിനും കൂടി മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങി. ചെറിയ കടകളൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. കടലിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ പലതരം കരകൗശല വസ്തുക്കൾ അവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കൂടാതെ ബീച്ചിനോട് ചേർന്ന് ഒരു ചെറിയ പോലീസ് ചെക്ക് പോസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഫൈബർ വള്ളങ്ങളിലൊന്ന്. ഇതുപോലെ 100 കണക്കിന് വള്ളങ്ങളാണ് ഈ ബീച്ചിൽ നിരന്ന് കിടക്കുന്നത്. അതിരാവിലെ മത്സ്യബന്ധന വള്ളങ്ങൾ തിരിച്ചെത്തുന്നതുകൊണ്ട് രാവിലെയൊക്കെ ഈ ബീച്ചിൽ നല്ല തിരക്കായിരിക്കും. സമയം ഉച്ചയായതുകൊണ്ടാവണം അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മീൻ കുറവായിരുന്നു. കുറച്ചങ്ങോട്ട് നീങ്ങി കുറെ ചേച്ചിമാർ കുറച്ച് മീനുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം കൂടി അങ്ങോട്ട് പോയി. വില പേശി നല്ല മീനൊക്കെ നോക്കി മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ ഇവിടുന്ന് നമുക്ക് മീൻ മേടിക്കാം. ഞങ്ങൾ കുറച്ച് ടൈഗർ പ്രോൺസും ആവോലിയും നെയ്മീനുമാണ് മേടിച്ചത്. അവിടെയുള്ള ചേച്ചിമാർ തന്നെ അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു തരും. അലിൻ അവരെ സൂപ്പർവൈസ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പതിയെ വെയിലത്ത് നിന്ന് മാറി തണലിലേക്ക് കയറി. മീൻ പിടിക്കാൻ വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന നെറ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ചെറിയ ബിൽഡിങ്ങിലാണ് ഞാൻ കയറി നിന്നത്. കുറെ ആളുകൾ നെറ്റൊക്കെ ശരിയാക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കളാണെങ്കിൽ പബ്ജിയും കളിച്ചിരിക്കുകയായിരുന്നു. അലിനാണെങ്കിൽ വെയിലത്ത് നിന്ന് അവർ സൂപ്പർവൈസ് ചെയ്ത് മടുത്തു. അവസാനം ഒരു കണക്കിന് സംഭവം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവർ തന്നെ മീനെല്ലാം കുട്ടയിലാക്കി തൊട്ടടുത്തുള്ള കടയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ചേട്ടനാണെങ്കിൽ ഐസ് എല്ലാം ആയിട്ട് നല്ലൊരു തെർമോകോൾ ബോക്സിൽ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നു. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനാണ് പോകുന്നതെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐസിട്ട് നന്നായിട്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം ഇരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഞങ്ങൾ കൊണ്ടുപോകുന്നപ്പോഴും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് മീനെല്ലാം ഇരുന്നത്. അങ്ങനെ പാക്കിംഗ് നടക്കുമ്പോഴാണ് ഞാൻ ആ കടയുടെ പുറകിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മീനുകൾ ഉണക്കിയെടുക്കുന്നതായിട്ട് ഇതുപോലെ നേരത്തെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പലതരം മത്സ്യങ്ങളും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഞങ്ങൾ പക്ഷെ അവിടെ നിന്നും ഉണക്ക മത്സ്യങ്ങളൊന്നും മേടിച്ചില്ല. മീൻ പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാനും എല്ലാം കൂടി തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയി. ഏകദേശം 12 ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. അപ്പോഴേക്കും ഹൈദരാബാദിൽ നിന്ന് തന്നെ വന്ന ഒരു ടീം ആ ബിൽഡിംഗ് മൊത്തമായിട്ടും എടുത്തേക്കായിരുന്നു. അങ്ങനെ 2 ദിവസം ഞങ്ങൾ ബീച്ചിലേക്ക് അടിച്ചു പൊളിച്ചതിന് ശേഷം തിരികെ ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് ചിരാല ടൗൺ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരു തുണിക്കടയിൽ ഞങ്ങൾ കയറി. പലതരം ഡിസൈൻസിലും മെറ്റീരിയലിലുമുള്ള സാരികളുടെ നല്ലൊരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഷർട്ടിനും പാൻറ്റിനും പറ്റിയ തുണിത്തരങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. ഇവർ പല സ്ഥലത്തോട്ടും ഇത് കയറ്റി അയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് സാരിയൊക്കെ ഒന്ന് നോക്കി ഒരു സാരി മേടിച്ച് ഞങ്ങൾ തിരികെ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ 2 ദിവസത്തെ ഹൈദരാബാദ് ചിരാല ട്രിപ്പിന്റെ വിശേഷങ്ങൾ. 2 ദിവസം മതി നമുക്ക് ചിരാലയിൽ പോയി വരാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുമെങ്കിൽ ഒന്ന് പോയി എൻജോയ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനിയും നമ്മൾ തിരിച്ചു വരും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.